ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് അലീന രേവതിക്കുട്ടിയും തമ്മിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. രേവതിക്കുട്ടി അലീനയോട് പറയുവാണ്, ചേച്ചിയുടെ അച്ഛനൊരു നോർത്ത് ഇന്ത്യക്കാരനായിരിക്കും, ഒരു പട്ടാളക്കാരനായിരിക്കും. കാരണം മാഡത്തിൻ്റെ ചേട്ടൻ ആഗ്രയിലെ വലിയ പട്ടാളക്കാരനാണല്ലോ, അപ്പോൾ അവിടുത്തെ ഏതെങ്കിലും പട്ടാളക്കാരനായിരിക്കും ചേച്ചിയുടെ അച്ഛനെന്നിങ്ങനെ അലീനയോട് രേവതിക്കുട്ടി പറയുകയാണ്. അപ്പോൾ അലീന ഇങ്ങനെ പറയുവാണെന്ന്, പോയേടി നിനക്ക് വേറെ പണിയില്ല എന്നൊക്കെ അലീന രേവതിക്കുട്ടിയോട് ഇങ്ങനെ പറയുവാണ് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ചേച്ചി അവിടുത്തെ മുത്തശ്ശിയോട് പറയാൻ, മുത്തശ്ശിയുടെ ഒരേ ഒരു മകളാണ് ഈ നിൽക്കുന്നത്, 22 വർഷം മുമ്പ് ജനിച്ച കുട്ടിയാണെന്ന് പറയാൻ വേണ്ടി രേവതിക്കുട്ടി പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഒന്ന് പോയേ, ബ്രിജിതാമ്മയ്ക്ക് കൊടുത്ത വാക്കാണ് ഞാനിത് ആരോടും പറയില്ല എന്നുള്ളത്, അതുകൊണ്ട് ആരോടും പറയില്ല എന്നൊക്കെ അലീന രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി ആ ശരിയെന്ന് ഇങ്ങനെ പറയുവാണ് കേട്ടോ. രേവതിക്കുട്ടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ ഗ്രേസ് അമ്മ രേവതിക്കുട്ടിയെ വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രേവതിക്കുട്ടി അലീനയോട് പറയുന്നുണ്ട്, എന്നെ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, നീ എന്ത് രഹസ്യം പറയുമായിരുന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ മനസ്സിലായി രഹസ്യമാണെന്ന്. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, രഹസ്യമൊക്കെ പറയുന്ന കണ്ടാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നു, എന്തായിരുന്നു രഹസ്യം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രേവതിക്കുട്ടി ആ കാര്യം പറയുകയാണ്, അലീന ചേച്ചിയുടെ വയറ്റിൽ കത്രിക കുത്തിക്കയറിയില്ല അന്നത് അറിയാതെ കുത്തിക്കയറിയതല്ല, ചേച്ചി മനഃപൂർവ്വം കുത്തിയതാന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഗ്രേസമ്മ ഷോക്കാവുന്നുണ്ട്. ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, അത് ആരാ മനഃപൂർവ്വം വയറ്റിൽ കത്രിക കുത്തിക്കയറ്റുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി അന്ന് നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് ഗ്രേസമ്മയോട്. ഇതൊക്കെ കേട്ട് ഗ്രേസമ്മ ഞെട്ടി. എന്നിട്ട് ഗ്രേസമ്മ നമ്മുടെ ഈ കാര്യം എന്തുകൊണ്ട് അവൾ പോലീസിനോടൊന്നും പറഞ്ഞില്ല എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഇത് ആകെപ്പാടെ അലീന ചേച്ചി പറഞ്ഞത് എന്നോടും മനുവേട്ടനോടും മാത്രമാണ്. ഹരി എന്ന് പറയുന്നത് മനുവേട്ടൻ്റെ അനിയനാണ്, രോഹിത് ബാലേന്ദ്ര സാറിൻ്റെ മകനാണ്, അവരുടെ ഫാമിലിയെക്കുറിച്ചൊക്കെ ഓർത്തുകൊണ്ട് അലീന ചേച്ചി ആരോടും പറഞ്ഞില്ലെന്ന് ഇങ്ങനെ രേവതിക്കുട്ടി പറയുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രേസമ്മ ഓർക്കുവാണ്, മനു എന്ന് പറയുന്നത് അന്ന് പാർക്കിൽ വന്ന ആളല്ലേ എന്നൊക്കെ പറയുമ്പോൾ രേവതിക്കുട്ടി അതേന്ന് ഇങ്ങനെ പറയുവാണ് കേട്ടോ. ബൈസ്റ്റാൻഡറായിട്ട് നിന്നതൊക്കെ മനുവേട്ടനാണ്, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തതും മനുവാന്ന് ഗ്രേസമ്മയോട് രേവതി പറയുവാണ്. അപ്പോൾ ഗ്രേസമ്മ പറയുവാണ്, നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ലല്ലോ എന്ന് രേവതിക്കുട്ടിയോട് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രേവതിക്കുട്ടി പറയുവാണ്, എന്നെ വിശ്വസിക്കാൻ കൊള്ളാം, അതുകൊണ്ടല്ലേ ഞാൻ ഇത്ര നാൾ ഈ രഹസ്യം സീക്രട്ടായിട്ട് സൂക്ഷിച്ചതെന്ന് ഇങ്ങനെ പറയുവാണ്. അപ്പോൾ ഗ്രേസമ്മ രേവതിക്കുട്ടിയും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി സംസാരിക്കുവാണ്. പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രൻ വീട്ടിലേക്ക് വരുന്നതാണ് ഊണ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ 2 കന്യാസ്ത്രീകൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ബാലേന്ദ്രൻ അവരെ നോക്കുമ്പോൾ അലീന വാതിക്കൽ വന്ന് ഡോറ് തുറന്നിങ്ങനെ ബാലേന്ദ്രനെ നോക്കി ചിരിച്ച് നിൽക്കുകയാണ്. പിന്നെ അലീന അകത്തേക്ക് പോയിട്ട് ബാലേന്ദ്രന് കഴിക്കാൻ വേണ്ടി ഊണെടുത്ത് ടേബിളിൽ വെക്കുകയാണ്, ഓരോ കറികളൊക്കെ കൊണ്ട് വയ്ക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അലീന കഴിച്ചു എന്ന് ചോദിച്ചപ്പോൾ അലീന ഇല്ലയെന്ന് പറയുകയാണ്. അപ്പോൾ പ്ലേറ്റ് എടുത്തിരിക്കുന്നു പറഞ്ഞ് അലീനെ കൂടെ ഇരുത്തുന്നുണ്ട്. എന്നിട്ട് ചോറ് വാരി പാത്രത്തിലിട്ട് കൊടുക്കുകയാണ്, കറിയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് കണ്ട് മേഡം വന്നാൽ ഇപ്പോൾ പ്രശ്നമാകുമെന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നമ്മളതിനെ കളത്തരമൊന്നും കാണിക്കുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുവാണ്. പിന്നീട് ബാലേന്ദ്രൻ അലീനയോട് ചോദിക്കുന്നുണ്ട്, നീ ആ കന്യാസ്ത്രീമാർക്ക് എത്ര രൂപ കൊടുത്തു എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന അത് എന്ന് ആലോചിച്ചിട്ട് പറയുന്നുണ്ട്, 2000 കൊടുത്തു എന്ന്. അപ്പോൾ ബാലേന്ദ്ര മേനോൻ ചോദിക്കുന്നുണ്ട്, നീ ബാലേന്ദ്ര മേനോനേക്കാൾ വലിയ പണക്കാരിയായോ എന്നിങ്ങനെ തമാശയ്ക്ക് ചോദിക്കുവാണേ. അപ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ, അല്ല അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ 250 കൊടുക്കും, കൂടിപ്പോയ 500 അപ്പോൾ അലീന പറയുന്നുണ്ട്, സാറിന് അത് കൊടുക്കാൻ കാരണം കുഴപ്പമില്ല, സാറിന് അനാഥാലയത്തിലെ ദാരിദ്ര്യത്തെക്കുറിച്ച് അറിയില്ല, ഞാൻ അവിടെ 22 വർഷങ്ങളായി വളർന്ന ആളാണ്, എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് ഞാൻ ഇത്രയെങ്കിലും കൊടുക്കണം. സാർ അവിടുത്തെ പ്രശ്നങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു 5000 10,000 എങ്കിലുമൊക്കെ കൊടുത്തേനെ മാസം തോറും എന്നിങ്ങനെ അലീന പറയുവാണേ. അപ്പം നമ്മുടെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിൻ്റെ കൈ എന്തായാലും ഓട്ടക്കൈ ആണെന്ന് മനസ്സിലായി, നമുക്കൊരു സ്ഥലം വരെയും പോകണം ഊണ് കഴിച്ച് കഴിഞ്ഞിട്ടെന്ന് പറയുകയാണ്. അപ്പോൾ അലീന ഇങ്ങനെ പെട്ടെന്ന് ഞെട്ടുവാണ്, എവിടെ പോകാനാന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, കൊല്ലാനൊന്നും കൊണ്ടുപോകല്ല, അരമണിക്കൂറിനുള്ളിൽ വരാം, മുത്തശ്ശിയുടെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടെന്നിങ്ങനെ പറയുവാണ്. പെട്ടെന്ന് കഴിക്കാൻ വേണ്ടി പറയുവാണ് അലീനയോട്. അടുത്ത സീനിൽ അലീന മുത്തശ്ശിയുടെ റൂമിലാണ്. ബാലേന്ദ്രൻ വന്ന് മുത്തശ്ശിയോട് പറയുകയാണ്, ഞങ്ങളിപ്പോൾ തന്നെ വരാമേ, ഒരു അരമണിക്കൂറിലെ കാര്യമേ ഉള്ളൂ, അലീനയ്ക്കൊരു ബാങ്ക് അക്കൗണ്ട് തുറന്നു കൊടുക്കാൻ വേണ്ടി ബാങ്ക് വരെ പോവുകയാണെന്ന് പറയുവാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, കുഴപ്പമില്ല, അതെന്തായാലും നന്നായി എന്ന് പറയുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ തമാശ രൂപേണ പറയുകയാണ്, ഇവളുടെ കയ്യിൽ പൈസ നിൽക്കില്ലമ്മ, ഇപ്പം തന്നെ ഒരു ഓർഫണേജുകാർ വന്നപ്പോൾ 2000 രൂപ എടുത്ത് കൊടുത്തു എന്നിങ്ങനെ പറയുവാണ്. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ അലീനനെ ആക്കി പറയുന്നുണ്ട്, ശരിയാണ്, ഇവളുടെ കൈ ഊട്ടക്കൈയാണ്, പൈസ ഇരിക്കില്ല, നീ ഒരു ബാങ്ക് അക്കൗണ്ട് തുറന്നു കൊടുക്കുമെന്ന് പറഞ്ഞ് അവരൊക്കെ സംസാരിച്ച് അങ്ങനെ പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. പിന്നെ അടുത്ത സീനിൽ കാണിക്കുന്നത് വൈജയന്തി വീട്ടിലേക്ക് വരുന്നതാണ്. കോളിംഗ് ബെല്ല് അടിക്കുമ്പോഴേക്കും ബബിത വന്ന് ഡോർ ഓപ്പൺ ചെയ്യുവാണ്. അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ട്, ഇത് എന്ത് പറ്റിയും ചോദിക്കുമ്പോഴേക്കും വൈജയന്തി അകപ്പാട് ദേഷ്യത്തിലാണ് കേട്ടോ. അകത്തേക്ക് വരുന്നുണ്ട്. നമ്മുടെ കൃഷ്ണമോൾ അവിടെ നിന്ന് എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേണമെന്ന് ചോദിക്കുമ്പോഴേക്കും വൈജയന്തി നല്ല ദേഷ്യത്തിലല്ലേ, ദേഷ്യപ്പെട്ടുകൊണ്ട് വേണ്ട, നീ വേണമെങ്കിൽ കഴിച്ചിട്ട് എണീറ്റ് പോകുന്നിങ്ങനെ പറയുവാണ് കേട്ടോ. അപ്പോൾ കൃഷ്ണമോൾ ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെ സംസാരിച്ച് എങ്ങനെ ശരിയാണ്, അമ്മ സ്നേഹത്തോടെയൊക്കെ സംസാരിക്കേണ്ടതെന്ന് ഇങ്ങനെ പറയുവാണ്.
അപ്പോൾ കൃഷ്ണമോളോട് വൈജ ചോദിക്കുന്നുണ്ട്, പിന്നെ ഞാൻ നിൻ്റെ മുമ്പിൽ കുനിഞ്ഞു നിന്ന് സംസാരിക്കണോ, അടിമ കീഴ്പ്പെട്ട് നിൽക്കണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. കൃഷ്ണമോൾ ഒന്നും വേണ്ടതെന്നിങ്ങനെ പറയുവാണ്. എന്നിട്ട് അലീന എന്നിങ്ങനെ ഉറക്കെ വിളിക്കുകയാണ് വൈജയന്തി. അപ്പോൾ കൃഷ്ണമോൾ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, ഇനി ബാക്കി അലീന ചേച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കോ എന്ന് പറയുവാണ് കേട്ടോ. അപ്പോൾ അലീന അങ്ങോട്ട് വരുവാണ്. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, നീ ഇന്ന് ബാലകൃഷ്ണൻ്റെ കൂടെ പുറത്തു പോയോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അലീന പറയുന്നുണ്ട്, പോയി എന്ന് പറയുന്നുണ്ട്. നീ കാറിൽ ബാലേന്ദ്രൻ്റെ കൂടെ ഇരുന്നാണോ പോയി എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, അല്ല, ബാലേന്ദ്രൻ സാറ് കാർ ഓടിച്ച് ഞാൻ പിന്നെ കാറിൻ്റെ പിന്നിൽ നടന്നു പോകുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൃഷ്ണമോൾ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അപ്പോൾ നീ പുറത്ത് പോയപ്പോഴേക്കും അമ്മേനെ എന്ത് ചെയ്തു, അമ്മയെ നോക്കാനല്ലേ നീ ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ബാലേന്ദ്രൻ സാറാണ് മുത്തശ്ശിയോട് പറഞ്ഞത്, അവർ രണ്ടും കൂടെ എടുത്ത തീരുമാനമാണെന്ന് പറയുവാണ്. അപ്പോൾ വൈദ്യ ചോദിക്കുന്നുണ്ട്, അവർ രണ്ടും കൂടെ എന്തെങ്കിലും പറഞ്ഞാൽ നീ അതിങ്ങനെ അനുസരിക്കുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, മുതലാളിമാരെടുക്കുന്ന തീരുമാനം പിന്നെ ഞാൻ എതിർത്ത് സംസാരിക്കേണ്ട ആവശ്യം എന്താണെന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അലീന നല്ല കറക്റ്റ് മറുപടി കൊടുക്കുന്നുണ്ട് വൈജയന്തിനെ. അപ്പോൾ കൃഷ്ണമോൾ അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേട്ടിട്ട്. അപ്പോൾ നീ എന്തിനാ പുറത്തു പോയി ചോദിക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ട് തുടങ്ങണമെന്നൊക്കെ പറയുവാണ്. ആകെപ്പാടെ അവിടെ ഒരു വഴക്കാണ്. അപ്പോൾ അലീന അകത്തേക്ക് കയറി പോവാണ്, എല്ലാം ചോദിച്ചു കഴിഞ്ഞു എന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ അടുത്ത സീൻ കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണമോൾ എഴുന്നേറ്റ് വന്നിട്ട് വൈജയന്തിനെ കളിയാക്കിയിട്ട് അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. പിന്നെ വൈജയന്തി മുത്തശ്ശിയുടെ മുറിയിലേക്ക് ഡോറ് തുറന്ന് വരുവാണ്. അപ്പോൾ നീ വന്നത് ഞാനിവിടെ അറിഞ്ഞു എന്നിങ്ങനെ മുത്തശ്ശി പറയുവാണ്. നീ വന്നപ്പോൾ തൊട്ട് തുടങ്ങിയ ബഹളാണല്ലോ, നീ വന്നു കഴിഞ്ഞ് ഇവിടെ ഒരു പടക്കളാണെന്ന് മുത്തശ്ശി വൈജയോട് പറയാണ്. അപ്പോൾ വൈജ പറയുന്നുണ്ട്, എല്ലാവരെയും മേയിച്ചുകൊണ്ട് പോകണ്ടേന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അപ്പോൾ നമ്മുടെ വൈജ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്, അലീന ബാലേന്ദ്രൻ്റെ കൂടെ ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോയ കാര്യം സംസാരിക്കുകയാണ്, മുത്തശ്ശിയോട് അറിഞ്ഞുകൊണ്ടാണ് പോയത്. അപ്പോൾ മുത്തശ്ശി അതിനെ സപ്പോർട്ട് ചെയ്യുവാണ്, ബാലേന്ദ്രൻ അലീനെ ബാങ്കിൽ കൊണ്ടുപോയതിൻ്റെ. ആ കൊച്ചിന് കിട്ടുന്ന സാലറിയൊക്കെ ആ കൊച്ചി സൂക്ഷിക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ മുത്തശ്ശി. അപ്പോൾ അലീന പറയുന്നുണ്ട്, അവൾക്ക് എന്ത് പൈസ, അവളെ 1,50,000 രൂപ നമുക്ക് ഇങ്ങോട്ട് തന്നെ അവളുടെ ആശുപത്രി ചിലവൊക്കെ ആയിട്ടെന്ന് വൈജ പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ ആ പാവത്തിൻ്റെ കയ്യിൽ നിന്നും പൈസ മേടിക്കുവാണോടി എന്നൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്ത കാര്യം പറയുന്നത്, അലീന ബാലേന്ദ്രൻ്റെ കൂടെ വണ്ടി കയറിപ്പോയത് ഭയങ്കര മോശമായിപ്പോയി, നാട്ടുകാർ കണ്ട് എന്ത് വിചാരിക്കും എന്നൊക്കെ പറയുവാണ്. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, നാട്ടുകാർ എന്തെങ്കിലും വിചാരിക്കട്ടെ, നമുക്കെന്താ, അവൾ ചെയ്തതിലൊരു തെറ്റില്ല എന്നിങ്ങനെ പറയുവാണ്. അപ്പോൾ വൈജ പറയുന്നുണ്ട്, ഇവിടെ 5-6 വേലക്കാരികളുണ്ടായിരുന്നു, ബാലേന്ദ്രൻ ആരെയും വണ്ടി കയറ്റി ഇങ്ങനെ കൊണ്ടുപോയിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയുവാണ്. അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, അവരെയൊക്കെ കൊണ്ടുപോകാത്തതാണോ തെറ്റെന്ന് ചോദിക്കുമ്പോൾ വൈജയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. വൈജ പറയുന്നുണ്ട്, അതല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, നമുക്കൊരു വ്യക്തിത്വം ഇല്ലേ, അത് വിട്ട് കളിക്കരുതെന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. നാട്ടുകാർ എന്ത് വിചാരിക്കുന്നു പിന്നെയും ഊന്നി പറയുവാണ്. അപ്പം മുത്തശ്ശി ഇങ്ങനെ പറയുവാണ്, നീ വലിയ സദാചാരമൊക്കെ പറയുന്നുണ്ടല്ലോ, നീ ഒരു കാലത്ത് എന്തായിരുന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും വൈജയന്തി ആകെ നാണം കെട്ട് സ്റ്റോപ്പായി പോവാണ് ചെയ്യുന്നത്. അതോടെ എപ്പിസോഡ് അവസാനിക്കുവാണ്.